ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. കുറച്ച് ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾ കരോൾ വരുവാണ്. അപ്പോൾ നമ്മൾ കരോൾ വരുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് വാക്സിന് പോയി വരുന്ന വഴിക്ക് ഈ ഗ്രാസ് പോലത്തെ സംഭവം മേടിച്ചിട്ട് വന്നു കേട്ടോ. ഡിസംബർ തുടങ്ങിയപ്പോൾ തൊട്ട് ട്രീ ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് നടക്കുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണൊന്ന് സമയം കിട്ടി ട്രീ ഉണ്ടാക്കുക, അതും നട്ടപ്പാരിക്കാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നല്ലേ പറയാറ്. അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ട്രീ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളല്ല, ഞാൻ മാത്രം. മമ്മി വാവേനെ നോക്കിയിരിക്കുവാണ് കേട്ടോ. ഒന്നാമത് വാക്സിനേഷൻ കഴിഞ്ഞതിൻ്റെ കരച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ വാവ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ ഫുള്ള് ബ്രോഡ്വേയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വീട്ടിൽ ഞാൻ ട്രീയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ടാവും, പോയി കാണണേ. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അത് എനിക്ക് തികയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ പകുതി ചെയ്ത് തികയാണ്ട് നട്ടപ്പാരയ്ക്ക് പോയി മേടിച്ച് പിന്നെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ തീർന്നു പോയാലും നമുക്ക് നട്ടപ്പാരയ്ക്കൊന്നും പോയി മേടിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, കടയൊക്കെ അടച്ചു പോകും. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എഡ്ജിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ട്രീ ഉണ്ടാക്കാൻ തുടങ്ങി. വാവ കരച്ചിലാണെങ്കിലും മമ്മി എടുത്തുകൊണ്ട് നടക്കുവാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ട്രീ ഉണ്ടാക്കണമല്ലോ. കുറേ ദിവസം സമയം ഉണ്ടെങ്കിലും ഈ വാവനെ കൊണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഏകദേശം മുട്ടിച്ചൊട്ട് വരുമ്പോഴത്തേനും താഴെ എത്തുമ്പോഴത്തേനും മുകളിലത്തെ പറഞ്ഞു പോകും. ആകെ ഒരവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് ഈ ട്രീ ഉണ്ടാക്കാനും പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇവിടെ വീട്ടിൽ മമ്മിയൊക്കെ കൂടെയാണ് ട്രീ ഒക്കെ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒന്നിലും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല അടിപൊളി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് മുളേൻ്റെ കമ്പുണ്ട്, മുളേൻ്റെ ഇല്ലേ അത് വെച്ചിട്ടാട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കാറ്, ഇതിൻ്റെ ചെടികളിലൊക്കെ തൂക്കിയിട്ടാട്ടോ. ഇപ്പോഴല്ലേ ഇങ്ങനെ ക്രിസ്മസ് ട്രീ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതും പിന്നെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത്. അങ്ങനെ ഞാൻ ഒപ്പിച്ച് ഏകദേശം ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ലൈറ്റും അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തൂക്കണം. ഡെക്കറേഷനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി 10 രൂപ മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ തൂക്കി സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. എനിക്കെന്തായാലും ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ മമ്മി അപ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ ലക്കി പ്ലാന്റിൻ്റെ ചെടി കൊണ്ടുവന്ന് വെച്ച് ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് വന്ന ട്രീ പോലെ ആക്കി തന്നു. ഇപ്പോൾ ഏകദേശം കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമായി. ഞാൻ പിന്നെ ക്രിസ്മസിൻ്റെ സംഭവങ്ങളും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തൂക്കുവാണ് കേട്ടോ. ഞാൻ ഒരു പാക്കറ്റാട്ടോ ഡെക്കറേഷനുള്ള സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് വെച്ചതെന്നുള്ള ഓർമ്മയില്ല. കുറേ നോക്കി കാണുന്നുമില്ല കേട്ടോ. അവസാനം ഇത് മതി, ഇന്നത്തേക്ക് ഇത് മതി, ഇനി നാളെ എങ്ങനെ കിട്ടുവാണെങ്കിൽ ബാക്കി എടുത്ത് തൂക്കാന്നുള്ള രീതിയിൽ ഉള്ളത് വെച്ച് ഞാൻ അങ്ങോട്ട് തൂക്കി കേട്ടോ. അവസാനം ഇതൊന്നുമല്ല ഹൈലൈറ്റ്. ഞാൻ എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളും കഴിഞ്ഞപ്പം ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് എന്തായാലും ലൈറ്റ് കത്തുന്നില്ല. അത് ഞാനും കുറേ നോക്കി, മമ്മി കുറേ നോക്കി. അവസാനം മമ്മി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവർ വരുമ്പോൾ നമുക്ക് ലൈറ്റ് അടിച്ച് കൊടുക്കാം, അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷേ എത്ര നോക്കിയിട്ട് ലൈറ്റ് കത്തുന്നില്ല. ഇനി എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ കുഴപ്പമാണോ ലൈറ്റിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. കുറേ തിരിച്ചും മറിച്ചും നോക്കി. അവസാനം ഇനി പപ്പ വരട്ടെ എന്ന് പറഞ്ഞു തന്നു. പക്ഷേ പപ്പ വന്നത് എന്താ അത്ഭുതം എന്നറിയില്ല. പപ്പ ഒന്ന് 2 തട്ടും തട്ടി ഒന്ന് കുത്തിയപ്പം ലൈറ്റും കത്തി.
അപ്പോൾ എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്